അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു. ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വിശിഷ്ട നാമങ്ങൾ, അതിനെ സംബന്ധിച്ചാണ് ഇൻഷാ അല്ലാഹ് ഈ ഒരു ഭാഗം മുതൽ നമ്മൾ സംസാരിക്കുന്നത്. പരിശുദ്ധ ഖുർആനിൽ 4 സ്ഥലത്ത് അള്ളാഹു പറയുന്നുണ്ട്. സൂറത്തുൽ അറാഫിൻ്റെ 180 വചനത്തിൽ വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. അള്ളാഹുവിന് ഉത്കൃഷ്ടമായിട്ടുള്ള നാമങ്ങളുണ്ട്, അത് വെച്ച് നിങ്ങൾ അവനെ വിളിക്കുക, അല്ലെങ്കിൽ അവനോട് പ്രാർത്ഥിക്കുക. അള്ളാഹിൻ്റെ ചില വിശിഷ്ടമായിട്ടുള്ള നാമങ്ങൾ എണ്ണിപ്പറഞ്ഞതിന് ശേഷം സൂറത്തുൽ ഹശ്റിൻ്റെ 24 വചനത്തിൽ ലഹുൽ അസ്മാഉൽ ഹുസ്ന യുസബ്ബിഹു ലഹു മാ ഫി സമാവാതി വൽ അർളി വഹുവൽ അസീസുൽ ഹക്കീം. അവിടെയും അള്ളാഹു അക്കാര്യം പറയുന്നുണ്ട്. അതേപോലെ തന്നെ സൂറത്ത് ത്വാഹയുടെ ആരംഭത്തിലും 8 വചനത്തിൽ അള്ളാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന. അപ്പം എന്തിനാണ് അള്ളാഹിൻ്റെ ഉത്തമ നാമങ്ങളെ സംബന്ധിച്ച്, ആ ഗുണവിശേഷണങ്ങളെ സംബന്ധിച്ചെല്ലാം നമ്മൾ പഠിക്കുന്നത്, അറിയുന്നത്? പണ്ഡിതന്മാർ പറയാറുണ്ട്, നിസ്ഫു തൗഹീദി മഅരിഫത്തുല്ലാ. ആ തൗഹീദിൻ്റെ പകുതി എന്നുള്ളത് അള്ളാഹനെ അറിയലാണ്, അള്ളാഹനെ സംബന്ധിച്ച് മനസ്സിലാക്കലാണ്. അപ്പം അതിൻ്റെ മറ്റൊരു പകുതി എന്നുള്ളത് നമ്മൾ അവനെ അറിഞ്ഞതിന് ശേഷം അവന് നൽകുന്ന ഇബാദത്തുകൾ, അമാലുകൾ, നമ്മുടെ ആരാധനകൾ, കർമ്മങ്ങൾ, അതാണ്. അപ്പോൾ മതത്തിൻ്റെ ആ ഒരു മൊത്തം സംഗ്രഹം അല്ലെങ്കിൽ ആകത്തുക, ജുംലത്തുദ്ദീൻ അല്ലെങ്കിൽ മഖാസിദുദ്ദീൻ എന്ന് പറയുന്നത് അള്ളാഹനെ അറിയലാണ്. അപ്പം അതിനു വേണ്ടിയിട്ടാണ് ഭൂമിയുടെ വ്യത്യസ്ത ദേശങ്ങളിലേക്കായിട്ട് വ്യത്യസ്ത കാലങ്ങളിലായിട്ട് ലക്ഷക്കണക്കിന് പ്രവാചകന്മാരെ അയച്ചത്, അവർക്ക് ആ വേദഗ്രന്ഥങ്ങൾ നൽകിയത്. അപ്പം അവനുള്ള വിശ്വാസം, ഈമാൻ എന്നുള്ളത്, അതേപോലെ തന്നെ ആ ഈമാൻ്റെ ഉന്നത തലമായിട്ടുള്ള ഇഹ്സാൻ, യഖീൻ, അതെല്ലാം ഒരാൾ കൈവരിക്കുന്നത് അള്ളാഹനെ അറിയുന്ന സമയത്താണ്. അതേപോലെ തന്നെ അവനോടുള്ള അതിയായ സ്നേഹം, അവനെ സംബന്ധിച്ചുള്ള ഭയം, അവനിലുള്ള പ്രതീക്ഷ, അല്ലെങ്കിൽ അവനിൽ ഭരമേൽപ്പിക്കുന്ന അത്, അല്ലെങ്കിൽ ആ തൗബ, ഇതെല്ലാം അവൻ്റെ നാമങ്ങൾ അല്ലെങ്കിൽ അവൻ്റെ ഗുണങ്ങൾ നമ്മൾ അടുത്തറിയുന്ന സമയത്താണ് ഇതെല്ലാം ഹൃദയത്തിൽ നിന്നും ഉത്ഭവിക്കുക. കാരണം അടുത്തറിയാത്ത ഒരാളെ എങ്ങനെയാണ് നമ്മൾ സ്നേഹിക്കുക? വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാ. വിശ്വാസികളായിട്ടുള്ള ആളുകൾ അള്ളാഹിനോട് കടുത്ത പ്രേമം അല്ലെങ്കിൽ കടുത്ത സ്നേഹമുള്ള ആളുകളാണ്. അപ്പോൾ നമ്മൾ സ്നേഹിക്കണമെങ്കിൽ അടുത്തറിയേണ്ടതുണ്ട്. നമ്മൾ അറിയുന്തോറും സ്നേഹിക്കും, അതൊരു സർക്കിളാണ്. അപ്പോൾ അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ്റെ പല ഭാഗത്തും അള്ളാഹു അവനെ അടുത്തറിയാൻ വേണ്ടി നമ്മളോട് കൽപ്പിക്കുന്നത്. സൂറത്ത് മുഹമ്മദിൻ്റെ 19 വചനത്തിൽ ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അള്ളാഹു മാത്രമാണ് ആരാധനക്ക് അർഹൻ എന്നുള്ളത് ഫഅലം, നീ അറിയുക. അതല്ലെങ്കിൽ സൂറത്ത് മാഇദയുടെ 98 വചനത്തിൽ ഇഅ്ലമു അന്നല്ലാഹ ശദീദുൽ ഇഖാബി വ അന്നല്ലാഹ ഗഫൂറുർ റഹീം. വീണ്ടും വഅലമു അന്നല്ലാഹ ഗനിയ്യുൻ ഹമീദ്. ഇത്തരത്തിൽ 30ഓളം ആയത്തുകളിൽ അള്ളാഹു ഫഅലം അല്ലെങ്കിൽ ഇഅ്ലമു വഅലമു, അള്ളാഹനെ അറിയുക എന്നുള്ളത് അള്ളാഹു ആവർത്തിച്ച് പറയുന്നുണ്ട്. അപ്പം അള്ളാഹനെ അവൻ്റെ ആ സൃഷ്ടികൾക്ക് അറിയിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രവാചകന്മാരെയും വേദഗ്രന്ഥമെല്ലാം നൽകിയിട്ടുള്ളത്. അതേപോലെ തന്നെ നമുക്ക് ചുറ്റിലുള്ള പ്രകൃതി പ്രതിഭാസങ്ങൾ, അതേപോലെ തന്നെ പ്രപഞ്ചം, അതിലെല്ലാം ആയത്തുകളുണ്ടെന്ന് അള്ളാഹു ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇത്തരം ആയത്തുകളും ഖുർആനിലുള്ള ആയത്തുകൾ പോലെ തന്നെ അള്ളാഹുവിൻ്റെ ആ നാമഗുണവിശേഷണങ്ങളെ നമ്മളെ ഉണർത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് സൂറത്ത് ത്വലാഖ് 65 അധ്യായം അതിൻ്റെ അവസാനത്തെ വചനത്തിൽ അല്ലാഹുല്ലദീ ഖലഖ സബ്അ സമാവാതിൻ വമിനൽ അർളി മിസ്ലഹുന്ന. അള്ളാഹുവാണ് 7 ഉപരിലോകങ്ങളെല്ലാം സൃഷ്ടിച്ചത്. അതിൻ്റെ ലക്ഷ്യം പറയുന്നത് ലിതഅലമു അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ വ അന്നല്ലാഹ ഖദ് അഹാത ബികുല്ലി ഷൈഇൻ ഇൽമ. അല്ലാഹുവാണ് ഈ ഉപരിലോകങ്ങളെ മുഴുവൻ സംവിധാനിച്ചത്. അതിൻ്റെ ലക്ഷ്യമായിട്ട് പറഞ്ഞത് അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്, അവൻ്റെ അറിവ് എല്ലാത്തിനെയും വലയം ചെയ്തിരിക്കുന്നു എന്നുള്ളത് ലിതഅലമു, നിങ്ങൾ അറിയാൻ വേണ്ടി എന്നുള്ളതാണ്. അതേപോലെ തന്നെ മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ ലക്ഷ്യമായിട്ട് പറഞ്ഞ സമയത്തും വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, അവനെ ആരാധിക്കാൻ വേണ്ടി. അവിടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ലിയഅരിഫൂൻ, അള്ളാഹുവിനെ അറിയാൻ വേണ്ടി അവന് സൃഷ്ടിച്ചു എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഉൾക്കൊള്ളുന്ന ഈ മഹാപ്രപഞ്ചം, അതേപോലെ തന്നെ നമ്മുടെ സങ്കീർണമായിട്ടുള്ള ശരീരം, വഫി അംഫുസിക്കും, അതിലെല്ലാം ആയത്തുകളുണ്ട്. അതെല്ലാം അള്ളാഹുവിൻ്റെ ആ നാമഗുണവിശേഷണങ്ങളുടെ പ്രതിഫലനമാണ് അവിടെയെല്ലാം നമ്മൾ കാണുന്നത്. അപ്പം അള്ളാഹിൻ്റെ ആ നാമങ്ങൾ പ്രതിഫലിപ്പിക്കുന്ന ഒരു തിയേറ്ററാണ് ഈ പ്രപഞ്ചവും അതിലുള്ള സർവ്വചരാചരങ്ങളും. വലില്ലാഹി മസലുൽ അല, മനോഹരമായിട്ടൊരു ഉപമ പറയാറുണ്ട്. ഇപ്പോൾ സൂര്യപ്രകാശം എന്നുള്ളത് ഒരൊറ്റ വർണ്ണമാണ്. അതേസമയം അതൊരു പ്രിസത്തിനകത്തിലൂടെ കടത്തിവിടുന്ന സമയത്ത് ഒരു സ്പെക്ട്രം, നിരവധി വ്യത്യസ്ത വർണ്ണങ്ങൾ പ്രതിഫലിപ്പിക്കുന്ന, റെഡ് മുതൽ വയലറ്റ് വരെയുള്ള വർണ്ണങ്ങൾ പ്രതിഫലിപ്പിക്കുന്ന ഒരു സ്പെക്ട്രം അവിടെ രൂപപ്പെടുകയാണ്. അപ്പം അള്ളാഹു നൂറു സമാവാത്തി വല്ലർദ് അല്ലെങ്കിൽ മുനവ്വിറു സമാവാത്തി വല്ലർദ്, ആ സൃഷ്ടികളിലുടനീളം അവൻ്റെ കഴിവും അതേപോലെ തന്നെ ആ നാമഗുണ വിശേഷങ്ങളുടെ പ്രതിഫലനാണ് ആ സൃഷ്ടികളിലുടനീളം നമ്മൾ കാണുന്നത്.
അപ്പോൾ ഏറെ ഭംഗിയുള്ള ഒരു ജീവി അല്ലെങ്കിൽ ഒരു ലാൻഡ്സ്കേപ്പ് എല്ലാം കാണുന്ന സമയത്ത് അൽ ജമീലായിട്ടുള്ള അള്ളാഹിനെ സംബന്ധിച്ച് അള്ളാഹിൻ്റെ ആ നാമം അല്ലെങ്കിൽ ആ ഒരു ഗുണമാണ് അത് പ്രതിഫലിപ്പിക്കുന്നത്. അതല്ലെങ്കിൽ വിചിത്രമായിട്ടുള്ള ആകൃതിയിൽ അല്ലെങ്കിൽ വർണ്ണത്തിലുള്ള ഒരു ജീവിയെ നമ്മൾ കാണുന്ന സമയത്ത് അൽ മുസബിർ എന്നുള്ള അള്ളാഹിൻ്റെ ക്വാളിറ്റിയാണ് അത് പ്രതിഫലിപ്പിക്കുന്നത്. അതല്ലെങ്കിൽ ഒരാൾ മറ്റൊരാളോട് അല്ലെങ്കിൽ ഒരു ജീവി മറ്റൊരു ജീവിയോട് കാരുണ്യം കാണിക്കുന്നത് കാണുന്ന സമയത്ത് അവിടെ ആ റഹ്മാൻ എന്നുള്ള ആ കാരുണ്യത്തിൻ്റെ ഉറവിടമായിട്ടുള്ള അള്ളാഹു, ആ റഹ്മാനാകുന്ന അള്ളാഹിൻ്റെ ആ ഒരു നാമം അതാണത് പ്രതിഫലിപ്പിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ മൊത്തം കാരുണ്യത്തിൻ്റെ ഒരംശം മാത്രമാണ് ദുനിയാവിന് വേണ്ടി നൽകിയിട്ടുള്ളത്, ബാക്കി 99 മരണാനന്തര ജീവിതത്തിലേക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ് റസൂലുള്ളാഹി പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഭൂമിയിലും പ്രപഞ്ചത്തിലുടനീളം കാണുന്ന പരസ്പര കാരുണ്യമെല്ലാം ആ 1% പ്രതിഫലനങ്ങളാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമയിലൂടെ തന്നെ അവരെ പഠിപ്പിക്കുന്നുണ്ട്. റസൂലുള്ളാഹിൻ്റെ കാലത്ത് പ്രസിദ്ധമായിട്ടുള്ള സംഭവം, ഒരു മാതാവിന് അവരുടെ ആ സന്താനത്തെ നഷ്ടപ്പെടാണ്. ഒരുപാട് നേരം തെരഞ്ഞ് അവസാനം ആ കുട്ടിയെ ലഭിക്കുന്ന സമയത്ത് ആ ഉമ്മ സന്തോഷത്തോടുകൂടെ കണ്ണീര് പൊഴിച്ച് ആ കുട്ടിയെ മാറോട് ചേർത്ത് കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുന്ന ആ കാഴ്ച അനുചരന്മാരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് റസൂലുള്ളാഹി ചോദിക്കുന്നുണ്ട്, ഈ കുട്ടിയെ മാതാവ് തീരെറിയുമെന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ടോ? അപ്പോൾ അവർ പറഞ്ഞു, ഒരിക്കലുമില്ല. കാരണം അത്രയേറെ ആ മാതാവ് ആ കുട്ടിയെ സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ ഉടനെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു അർഹമു ബിക്കും മിൻ ഹാദിഹി ലി വലദിഹ, ഈ മാതാവ് ആ കുട്ടിയെ എത്ര സ്നേഹിക്കുന്നുണ്ടോ അതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ് റഹ്മാനായിട്ടുള്ള കാരുണ്യവാനായിട്ടുള്ള അള്ളാഹു നിങ്ങളെ സ്നേഹിക്കുന്നത്. അപ്പോൾ ആ ഒരു കാഴ്ചയിലൂടെ അള്ളാഹുവിൻ്റെ ആ കാരുണ്യമാകുന്ന എലമെൻറ്റ്, അതിൻ്റെ ആ പ്രതിഫലനത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ഉണർത്തുകയാണ്. അപ്പം അതുകൊണ്ടാണ് അള്ളാഹു നമുക്ക് ചുറ്റിലുള്ള പ്രകൃതി പ്രപഞ്ച പ്രതിഭാസങ്ങളിലെല്ലാം ആയത്തുണ്ടെന്നും അതിനെ സംബന്ധിച്ച് നിരന്തരം ചിന്തിക്കാനെല്ലാം ആവർത്തിച്ച് നമ്മോട് ആവശ്യപ്പെടുന്നത്. അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്, അതല്ലെങ്കിൽ ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതുൽ ലിഉലിൽ അൽബാബ്. അപ്പോൾ അവർ ആ സൃഷ്ടികളിലൂടെ സൃഷ്ടാവിനെ മനസ്സിലാക്കി, റബ്ബന മാ ഖലഖ്ത ഹാദാ ബാതുല സുബ്ഹാനക ഫഖിന അദാബന്നാർ, അവരാ സമർപ്പിക്കുന്ന വിധം അള്ളാഹു അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മുമ്പിലുള്ള നമ്മളെ ഉൾക്കൊള്ളുന്ന പ്രപഞ്ചമാകുന്ന ആ ചിത്രം, ആ ചിത്രകാരൻ്റെ കഴിവിനെ അല്ലെങ്കിൽ അവൻ്റെ നാമഗുണവിശേഷണങ്ങളെ നിരന്തരം പ്രതിഫലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വേറെ മനോഹരമായിട്ടുള്ളൊരു ചിത്രം, ഉദാഹരണത്തിന് ഡാവിഞ്ചി അദ്ദേഹത്തിൻ്റെ മൊണാലിസ വർഷങ്ങളുടെ പ്രയത്നത്തിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തിൻ്റെ ശരീരശാസ്ത്രത്തിലുള്ള അറിവെല്ലാം അപ്ലൈ ചെയ്ത് നിരവധി ലെയറുകളാക്കി വരച്ച് ആ പൂർത്തിയാക്കിയ നിഗൂഢമായിട്ടുള്ള ആ ചിത്രം, അപ്പോൾ ആ ചിത്രത്തെ സംബന്ധിച്ച് വർഷങ്ങളായിട്ട് ആളുകൾ ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലുപയോഗിച്ച പെയിൻറ്റ്, അതിൻ്റെ കോമ്പോസിഷൻ, കാലപ്പഴക്കം, അതിലുപയോഗിച്ച ടെക്നിക്കുകൾ, ഇതെല്ലാം തീർച്ചയായിട്ടും അറിവുകളാണ്. പക്ഷെ അതേസമയം ആ ചിത്രകാരനെ മറന്നുകൊണ്ട് ആ ചിത്രത്തെ വിലയിരുത്തുന്നത്, ആ ചിത്രം ആദ്യമായിട്ട് നമ്മളിലേക്ക് കൊണ്ടുവരേണ്ട ചിന്ത അത് ആര് വരച്ചു, അയാളുടെ കഴിവിനെ സംബന്ധിച്ചുള്ള മതിപ്പാണ്. സമാനമായിട്ട് നമുക്ക് മുമ്പിലുള്ള പ്രപഞ്ചമാകുന്ന ആ ചിത്രം നമുക്ക് നൽകിയത് അതുവഴി ആ ചിത്രകാരൻ സൃഷ്ടാവായിട്ടുള്ളവൻ അറിയാനും അവൻ്റെ ആ കഴിവിനെ ഗുണവിശേഷണങ്ങൾ അടുത്തറിയാൻ വേണ്ടിയിട്ടാണ്. ലിതഅലമു അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അതാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം. അത് മറന്നൊരാൾ ആ ചിത്രത്തിലേക്ക് മാത്രമായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പോൾ മലയാളത്തിലെ പ്രസിദ്ധനായിട്ടൊരു തത്വചിന്തകൻ്റെ വാക്കുകൾ ഓർക്കുന്നത്, നിങ്ങളൊരു മാമ്പഴത്തോട്ടത്തിലേക്ക് മാമ്പഴം കഴിക്കാൻ വേണ്ടി പോവുകയാണെങ്കിൽ നിങ്ങൾ ആ മാമ്പഴം ആസ്വദിച്ച് കഴിച്ച് അവിടെ നിന്ന് തിരിച്ചു പോരുക. അതല്ലാതെ അവിടെ എത്ര മാവുകളുണ്ട്, ഓരോ മാവിലും എത്ര ശിഖരങ്ങൾ, ശാഖകളുണ്ട്, അതിൽ ഓരോന്നിലും എത്ര കോടി ഇലകളുണ്ട്, അതെല്ലാം വിജ്ഞാനമാണ്. അതേസമയം അയാൾ ആ പോയ കാര്യം മറന്ന് ആ മാമ്പഴം കഴിക്കാൻ മറന്ന് ഇത്തരം വിജ്ഞാനങ്ങളുടെ പിറകെ പോയതുകൊണ്ട് അയാൾക്ക് എന്ത് പ്രയോജനം എന്നുള്ളതാണ്. സമാനമായിട്ട് നമ്മളെ ഇവിടെ സൃഷ്ടിച്ചത് സൃഷ്ടാവായിട്ടുള്ള അള്ളാഹിനെ അറിയാൻ അവന് ജീവിതത്തെ സമർപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് ജീവിത ലക്ഷ്യം. അതിനുവേണ്ടി അല്ലെങ്കിൽ അതിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഒരാൾക്ക് ഹൃദയത്തിൽ ആ ഹൃദയം കൊണ്ട് അള്ളാഹിൻ്റെ ആ ഒരു മാധുര്യം രുചിക്കണമെങ്കിൽ, ആസ്വദിക്കണമെങ്കിൽ, ഇപ്പോൾ റസൂലുള്ള ഹദീസിൽ ഹലാവത്തുൽ ഈമാൻ, ഈമാൻ്റെ മാധുര്യത്തെ സംബന്ധിച്ച് റസൂലുള്ള പറയുന്നുണ്ട്. അതിന് അള്ളാഹിനെ അയാൾ അടുത്തറിയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിലുടനീളം അള്ളാഹു അവനെ അറിയാൻ വേണ്ടി ആവർത്തിച്ച് നമ്മോട് ആഹ്വാനം ചെയ്യുന്നത്. അപ്പോൾ അള്ളാഹിനെ അടുത്തറിയാനുള്ള ഏറ്റവും നല്ല വഴി അവൻ്റെ ആ നാമഗുണവിശേഷണങ്ങളെ പഠിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ഒരു ഭാഗം മുതൽ ശ്രമിക്കുന്നത്. അപ്പോൾ അതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള, ഏറ്റവും മഹത്തരമായിട്ടുള്ള വിജ്ഞാനം. അഷ്റഫുൽ ഉലൂം എന്നെല്ലാം പണ്ഡിതന്മാർ വിശേഷിപ്പിക്കാറുണ്ട്. കാരണം അതിനേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ളൊരു വിജ്ഞാനമില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്തിനെ പറ്റിയാണോ പഠിക്കുന്നത്, ആ പഠിക്കുന്ന ആ വിഷയത്തിൻ്റെ മൂല്യം അതില്ലെങ്കിൽ അതിൻ്റെ ആ പ്രാധാന്യം അനുസരിച്ചാണ് ആ അറിവിൻ്റെ മഹത്വവും മൂല്യമെല്ലാം നമ്മൾ കണക്കാക്കുന്നത്. ഒരു സമൂഹത്തിൽ ഡോക്ടർമാർ ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടാൻ അല്ലെങ്കിൽ ഏറ്റവും മഹത്വമുള്ളവരായിട്ട് അവരെ കാണാനുള്ള കാരണം അവർ മനുഷ്യ ശരീരത്തെ സംബന്ധിച്ച് പഠിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ സമാനമായിട്ട് ഇപ്പോൾ ഒരു കാർ മെക്കാനിക്ക്, അയാൾ കാറ് ഫിക്സ് ചെയ്യാൻ വേണ്ടി പഠിക്കുന്നുണ്ട്, അവരും സമൂഹത്തിൻ്റെ അഭിവാജ്യ ഘടകമാണ്. പക്ഷേ അയാളെക്കാൾ ആ പ്രസ്റ്റീജ് ഡോക്ടർമാർക്ക് ലഭിക്കാനുള്ള കാരണം അവരേറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള മനുഷ്യ ശരീരത്തെ അവർ പഠിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് എല്ലാത്തിനെയും സൃഷ്ടിച്ച ലോകത്തുള്ള സർവ്വബുദ്ധിയുടെയും ഉത്ഭവ കേന്ദ്രമായിട്ടുള്ള എല്ലാത്തിനെയും ആസൂത്രണം ചെയ്ത ആ സൃഷ്ടാവിനെ അറിയുന്നതിനേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ള മറ്റെന്ത് വിജ്ഞാനമുണ്ട് എന്നുള്ളതാണ്.
അപ്പോൾ ഈ ഒരു ശ്രേഷ്ഠത കാരണമാണ് പരിശുദ്ധ ഖുർആനിൽ ഏതൊരു വിഷയം പറയുന്ന സമയത്തും അത് അവിടെ അള്ളാഹിൻ്റെ നാമഗുണവിശേഷണങ്ങളെ പ്രതിപാദിക്കാത്തതായിട്ടൊരു പേജ് പോലും കാണാൻ സാധ്യമല്ല. മുഴുനീള ഖുർആൻ്റെ തീം എന്നുള്ളത് ഈ ഒരു വിഷയമാണ്. ഏതൊരു ആയത്ത് നമ്മൾ പരിശോധിക്കുകയാണെങ്കിലും ഒട്ടുമിക്ക ആയത്തുകളുടെയും അവസാനം അള്ളാഹിൻ്റെ ആ നാമങ്ങളോട് കൂടെയാണ് അത് അവസാനിപ്പിക്കുന്നത്. ആ നാമങ്ങളെ നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കുന്ന സമയത്ത് ആ ആയത്തിനെ നമുക്ക് ആഴത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളത്. എന്തുകൊണ്ട് അള്ളാഹു ആ നാമം അവിടെ ഉപയോഗിച്ചു, ഈ ഒരു വിഷയമായിട്ട് ഈ നാമത്തിനുള്ള ബന്ധം എന്താണ്? അപ്പോൾ ആ രൂപത്തിൽ നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് ആ ഖുർആനിൽ ആഴത്തിലുള്ള തദബ്ബുർ നമുക്ക് സാധ്യമാവുകയാണ്. ഇപ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളതാണെന്ന് പറഞ്ഞു. അപ്പോൾ ചേർത്ത് വായിക്കേണ്ടത്, ഒരിക്കലും ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള വചനങ്ങൾ വാക്യം ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം എങ്ങനെയാണ് അതിന് മറുപടി പറയുക? ഖുർആനിലുള്ള എല്ലാ ആയത്തുകളും ശ്രേഷ്ഠമാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അല്ലാഹു റസൂലുഹു അലം, അള്ളാഹുക്കും റസൂലിനാണ് അതറിയുക. അപ്പോൾ വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ വേണ്ടി പറഞ്ഞ സമയത്ത് അദ്ദേഹം പരിശുദ്ധ ഖുർആനിലുള്ള ആയത്തുൽ കുർസി, സൂറത്തുൽ ബഖറയിൽ കടന്നു വരുന്ന അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം, അത് റസൂലുള്ളാഹിനോട് മറുപടിയായിട്ട് പറഞ്ഞു. റസൂലുള്ളാഹി അദ്ദേഹത്തിൻ്റെ ഷോൾഡറിൽ ഇങ്ങനെ തട്ടി അദ്ദേഹത്തിൻ്റെ അറിവിനെ അഭിനന്ദിക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണത് ശ്രേഷ്ഠമായിട്ട് മാറുന്നത് ചിന്തിച്ചിട്ടുണ്ട്? അതായത് അള്ളാഹിൻ്റെ ആ നാമഗുണവിശേഷണങ്ങളല്ലാതെ ആയത്തുൽ കുർസിയിൽ മറ്റെന്താണുള്ളത്? അതേ കാരണം കൊണ്ട് തന്നെയാണ് സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ്, സൂറത്തുൽ ഇഖ്ലാസ് ഏറ്റവും ശ്രേഷ്ഠമായിട്ട് മാറുന്നത്. ഖുർആൻ്റെ 3-1 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സൂറത്തിനെ വിശേഷിപ്പിക്കാനുള്ള കാരണം അതും ആ തൗഹീദ് അള്ളാഹിനെ സംബന്ധിച്ചാണ് ആ ഒരു അധ്യായത്തിലുടനീളം പ്രതിപാദിക്കുന്നത്. സ്വഹീൽ ബുഖാരി തന്നെ കടന്നു വരുന്ന ഒരു ഹദീസിൽ റസൂലുള്ളാഹിൻ്റെ കാലത്തൊരു സ്വഹാബി, അദ്ദേഹം റസൂലുള്ളാഹിൻ്റെ പള്ളിയിലല്ല മറ്റൊരു പള്ളിയിൽ ഇമാമായിട്ട് അവിടെ നിയമിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം ഏതൊരു നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചാലും ആദ്യം സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യും. ആവർത്തിച്ച് അദ്ദേഹം സൂറത്തുൽ ഇഖ്ലാസ് നിരന്തരം പാരായണം ചെയ്യുന്നതിനെ സംബന്ധിച്ച് മറ്റു ചില ആളുകൾ റസൂലുള്ളാഹിനോട് പറഞ്ഞ സമയത്ത് റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾ അദ്ദേഹത്തോട് പോയി ചോദിക്കുക എന്തുകൊണ്ടാണ് നിരന്തരം ഈ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യാനുള്ള കാരണം. അപ്പോൾ അദ്ദേഹം മറുപടിയായിട്ട് പറഞ്ഞു, ലി അൻഹ തസിഫുർ റഹ്മാൻ വ ഉഹിബ്ബു അൻ അഖ്റഅ സിഫത്തുഹു, അത് അള്ളാഹിനെ സംബന്ധിച്ചാൽ അള്ളാഹിൻ്റെ സിഫത്തുകൾ, ആ ഗുണവിശേഷണങ്ങളാണ് ആ സൂറത്ത് പ്രതിപാദിക്കുന്നത്, അത് ഞാൻ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ മറുപടി കേട്ട സമയത്ത് അദ്ദേഹത്തിന് സ്വർഗത്തെ സംബന്ധിച്ചുള്ള സന്തോഷ വാർത്തയെല്ലാം നൽകുന്നുണ്ട്. അപ്പോൾ അള്ളാഹിൻ്റെ ആ ഗുണവിശേഷണങ്ങൾ, അള്ളാഹിൻ്റെ സിഫത്തുകൾ ഒരാൾ സ്നേഹിക്കുന്ന സമയത്ത് ഉന്നതമായിട്ടുള്ള വിജയം കൈവരിക്കാനെല്ലാം അത് കാരണമായിത്തീരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതേ കാരണം കൊണ്ട് തന്നെയാണ് സൂറത്തുൽ ഫാത്തിഹയും പരിശുദ്ധ ഖുർആനിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളൊരു അധ്യായമായിട്ട് മാറാനുള്ള കാരണം. അതും അള്ളാഹിനെ സംബന്ധിച്ച് അള്ളാഹിൻ്റെ നാമഗുണവിശേഷണങ്ങളെ സംബന്ധിച്ചാണ് ആ സൂറത്തുൽ ഫാത്തിഹയിലും കാര്യമായിട്ട് പ്രതിപാദിക്കുന്നത്. അപ്പോൾ ഏറ്റവും ഉന്നതമായിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള അറിവാണ് അള്ളാഹിനെ സംബന്ധിച്ചുള്ള അറിവ്. ഇനി അള്ളാഹിൻ്റെ നാമങ്ങളെ സംബന്ധിച്ച് പറയുന്ന സമയത്ത് അള്ളാഹ്ക്ക് മൊത്തം എത്ര നാമങ്ങളാണുള്ളത്? സ്വഹീൽ ബുഖാരി കടന്നു വരുന്നൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇന്ന ലില്ലാഹി 99 ഇസ്മാ, അള്ളാഹ്ക്ക് 99 നാമങ്ങളുണ്ട്. മിഅത്തനില്ല വാഹിദ, 100 കുറവ്. മൻ അഹ്സ്വാഹ ദഖലൽ ജന്ന, അപ്പോൾ അതിനെ എണ്ണി അല്ലെങ്കിൽ ക്ലിപ്തപ്പെടുത്തിയ ആളുകൾ അവർ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അഹ്സ്വാഹു എന്നുള്ള ആ ഒരു പ്രയോഗം അത് കേവലം അതിനെ എണ്ണുക അല്ലെങ്കിൽ മനപ്പാടാക്കുക എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. അത് മനപ്പാടാക്കി അത് നേരാവണ്ണം ഉൾക്കൊണ്ട് വിശ്വസിച്ച് അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളുകൾ അവർ സ്വർഗത്തിൽ പ്രവേശിക്കും എന്നുള്ളതാണ്. അപ്പോൾ അഹ്സാഹു എന്നുള്ള പ്രയോഗം ഇപ്പോൾ പരിശുദ്ധ ഖുർആൻ്റെ പല ഭാഗത്തും, ഉദാഹരണത്തിന് സൂറത്ത് മുജാദലയുടെ 6-ാമത്തെ വചനത്തിൽ അഹ്സാഹുല്ലാഹു വനസൂഹു അള്ളാഹു പറയുന്നുണ്ട്, പ്രവർത്തിച്ച മൊത്തം പ്രവർത്തനങ്ങളെ അള്ളാഹു അത് കണക്കാക്കി അവർ മറന്നതുവരെ അവരുടെ മുമ്പിൽ കാണിച്ചു കൊടുത്ത് അള്ളാഹു അവരെ വിചാരണ ചെയ്യുന്നതിനെ സംബന്ധിച്ച് സൂറത്ത് മുജാദലയിൽ അള്ളാഹു പറയുന്നുണ്ട്. അതേ പദം അവിടെ കാണാൻ സാധിക്കും. അതല്ലെങ്കിൽ സൂറത്ത് മുസ്സമ്മിലിൻ്റെ 20-ാമത്തെ വചനത്തിലും അതേ പദം അലിമ അൻ ലൻ തഹ്സൂഹു ഫതാബ അലൈക്കും ഫഖറഉ മാ തയസ്സറ മിനൽ ഖുർആൻ, ആ രാത്രിയും പകലിനെയെല്ലാം അള്ളാഹു കണക്കാക്കി കൊടുക്കുന്ന അതിനെ സംബന്ധിച്ചും അവിടെയും ആ പദം കടന്നു വരുന്നുണ്ട്. അപ്പം അതിനെല്ലാം വളരെ കൃത്യമായിട്ട് അത് കേവലം ഉരുവിടുക അല്ലെങ്കിൽ മനപ്പാടാക്കല്ല, മറിച്ച് അത് ഉൾക്കൊണ്ട് ജീവിച്ച ആളുകൾക്ക് സ്വർഗ്ഗമുണ്ട് എന്നുള്ളത്. അതെങ്ങനെയാണ് ഉൾക്കൊള്ളുക എന്ന് വെച്ചാൽ, ഉദാഹരണത്തിന് അള്ളാഹു റസാഖ്, അള്ളാഹു ആണ് ഉപജീവനം നൽകുന്നതെന്ന് അയാൾ മനസ്സിലാക്കുന്നതോടുകൂടി ആ നാമം പഠിച്ച് അത് ആഴത്തിൽ ഉൾക്കൊള്ളുന്ന സമയത്ത് പിന്നീട് ആ റിസ്ക്കിൻ്റെ കാര്യത്തിൽ അയാൾ ഹറാമായിട്ടുള്ള മാർഗ്ഗങ്ങൾ അല്ലെങ്കിൽ ഒരാളെ അന്യായമായിട്ട് പറ്റിച്ചൊന്നും അയാൾ ആ സമ്പാദിക്കാൻ വേണ്ടി പോകില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ അള്ളാഹു ആ കാരുണ്യവാൻ റഹ്മാനാണെന്ന് ആ നാമം ആഴത്തിൽ പഠിക്കുന്ന സമയത്ത് ആ കാരുണ്യത്തെ നിഷേധിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ അയാൾ ചെയ്യില്ല. അതല്ലെങ്കിൽ അള്ളാഹു അൽ ആദിൽ, അള്ളാഹു നീതിമാനാണെന്ന് ആ നീതിയെ സംബന്ധിച്ചുള്ള ആ ഒരു നാമം ആഴത്തിൽ പഠിക്കുന്ന സമയത്ത് ഒരാളോടും അയാൾ അനീതി ചെയ്യാൻ പോകില്ല എന്നുള്ളത്. അപ്പോൾ ഈ രൂപത്തിൽ ആ നാമങ്ങൾ പഠിച്ച് അത് ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കുന്ന ആളുകൾ അവർക്ക് ആ സ്വർഗ്ഗം ഉണ്ടെന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറയുന്നത്. അപ്പോൾ അള്ളാഹിൻ്റെ ആ വിശിഷ്ട നാമങ്ങൾ
അത് കേവലം പഠിക്കുക മാത്രമല്ല, മറിച്ച് അത് ഉൾക്കൊള്ളുന്നതിൻ്റെ, അത് മറ്റുള്ളവരിലേക്ക് പ്രതിഫലിപ്പിക്കുന്നതിൻ്റെ പ്രാധാന്യം കൂടെയാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ മനോഹരമായിട്ടുള്ള ചില റിഫ്ലക്ഷൻ പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നത്, ഇപ്പോൾ മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ ലക്ഷ്യം എന്താണ്? തീർച്ചയായിട്ടും അള്ളാഹു പറയുന്നുണ്ട്, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അള്ളാഹിനെ ആരാധിക്കാൻ, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. പക്ഷേ ഇബാദത്ത് അല്ലെങ്കിൽ ആരാധന എന്നുള്ളത് അത് മനുഷ്യർ മാത്രമല്ല നിർവഹിക്കുന്നത്. ഇപ്പോൾ കോടാനുകോടി മലക്കുകൾ ലാ യഅ്സൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ, അവർ അള്ളാഹിനെ ആരാധിച്ചു കൊണ്ടിരിക്കുകയാണ്. മനുഷ്യനേക്കാൾ ഭംഗിയായിട്ട് ആ പ്രവൃത്തി മലക്കുകൾ ചെയ്യുന്നുണ്ട്. അതല്ലെങ്കിൽ ഭൂമിയിലുള്ള സർവ്വചരാചരങ്ങളും സൂറത്തുൽ ഇസ്രാഇൻ്റെ 44-ാമത്തെ വചനത്തിൽ വഇൻ മിൻ ഷൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി, ഭൂമിയിലുള്ള മറ്റുള്ള ജീവജാലങ്ങൾ അവർക്ക് അവരുടേതായിട്ടുള്ള ഭാഷയിൽ ലാ തഫ്ഖഹൂന തസ്ബീഹഹും, നമുക്ക് മനസ്സിലാകാത്ത ഭാഷയിൽ അവരും ആ ആരാധനകൾ നിർവഹിക്കുന്നുണ്ട്, ജിന്നുകളും ചെയ്യുന്നുണ്ട്. പക്ഷേ മനുഷ്യന് പ്രത്യേകമായിട്ട് എക്സ്ക്ലൂസീവായിട്ടുള്ള മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം എന്താണ്? ചില ആളുകൾ പറയും ലിയബ്ലുവക്കും അയ്യക്കും അഹ്സനു അമല. അള്ളാഹു പറഞ്ഞിട്ടുണ്ട് സൂറത്ത് മുൽക്കിൽ, മനുഷ്യനെ സൃഷ്ടിച്ചത് അവരിൽ ആരാണ് ആ നന്മതിന്മകൾ ചെയ്യുക എന്നുള്ള ആ ഒരു പരീക്ഷണത്തിൻ്റെ ഭാഗമായിട്ടാണ്. പക്ഷേ അള്ളാഹു മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ എക്സ്ക്ലൂസീവായിട്ടുള്ള ലക്ഷ്യത്തെ സംബന്ധിച്ച് മനുഷ്യനെ പടക്കുന്ന സമയത്ത് മലക്കുകളുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞ സമയത്ത് സൂറത്തുൽ ബഖറയിൽ ഇന്നി ജാഇലും ഫിൽ അർളി ഖലീഫ, ഭൂമിയിലേക്ക് ഞാൻ അള്ളാഹു തൻ്റെ പ്രതിനിധിയായിട്ട്, റെപ്രസെൻറ്റേറ്റീവായിട്ട്, അംബാസിഡറായിട്ട് മനുഷ്യനെ അയക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ പ്രതിനിധി എന്നുള്ളത് അത് അയച്ചവനെ പ്രതിനിധീകരിക്കുന്നവനാണ്. അതായത് അയച്ചവൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് മാത്രം പ്രവർത്തിക്കേണ്ടവനാണ് പ്രതിനിധിയായിട്ട് അയക്കുന്ന ആളുകൾ. നമുക്കറിയാം. അപ്പോൾ അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോയിൻ്റായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ ആ ക്വാളിറ്റികൾ, ആ നാമഗുണവിശേഷണങ്ങൾ അത് ഭൂമിയിൽ പ്രതിഫലിപ്പിക്കേണ്ടവനാണ് മനുഷ്യനായിട്ടുള്ളവൻ. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ ഹദീസുകളോടെ കണക്ട് ചെയ്യുന്ന സമയത്ത് അള്ളാഹിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി റഹ്മാൻ എന്നുള്ള ആ കാരുണ്യത്തെ പ്രതിഫലിപ്പിക്കുന്ന ആ ഒരു നാമം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇന്നമാ യർഹമുല്ലാഹു മിൻ ഇബാദിഹി റഹ്മാൻ. ആ ഭൂമിയിലുള്ള സർവ്വതിനോടും ജീവനുള്ള ഏതൊരു വസ്തുവിനോടും നിങ്ങൾ കരുണ കാണിക്കുക. നിങ്ങൾ കരുണ കാണിക്കുന്ന സമയത്ത്, അള്ളാഹിൻ്റെ ആ ഒരു ക്വാളിറ്റി നിങ്ങൾ പ്രതിഫലിപ്പിക്കുന്ന സമയത്ത്, ആ കാരുണ്യത്തിൻ്റെ സ്രോതസ്സായിട്ടുള്ള റഹ്മാനായിട്ടുള്ള അള്ളാഹു നിങ്ങൾക്ക് ആ കാരുണ്യം ചൊരിഞ്ഞു തരും എന്നുള്ളതാണ്. ഇർഹമു മൻഫിൽ അർള് ഇർഹമുക്കും മൻഫിസ് സമാ. അതേപോലെ തന്നെ അള്ളാഹു അങ്ങേയറ്റം ലജ്ജയുള്ളവനാണ്. റസൂലുള്ളാഹി പഠിപ്പിക്കുന്നത് ഇന്നല്ലാഹ ഹയ്യുൻ കരീം. വിശ്വാസികളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിശ്വാസികൾക്ക് വേണ്ട ഈമാൻ്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി ആയിട്ട് അൽ ഹയാഉ ശുഅബത്തു മിനൽ ഈമാൻ, അത് ഈമാൻ്റെ ഏറ്റവും വലിയ ഈമാൻ്റെ പകുതിയായിട്ട്, അതല്ലെങ്കിൽ ഇദാലം തസ്തഹി ഫസ്ന മാ ശിഅത, നിങ്ങൾ ആ ലജ്ജയില്ലെങ്കിൽ എന്തും തോന്നിയതെല്ലാം പ്രവർത്തിച്ചു കൊള്ളുക. ആ ലജ്ജയുടെ പ്രാധാന്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ചുണർത്തുന്നുണ്ട്. അപ്പോൾ ലജ്ജയാകുന്ന ക്വാളിറ്റി അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രതിഫലിപ്പിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ മറ്റൊരു നാമം സിത്തീർ എന്നുള്ളതാണ്. അള്ളാഹു മറച്ചു വെക്കുന്നവനാണ്. ഇന്നല്ലാഹ ഹയ്യുൻ സിത്തീർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പഠിപ്പിക്കുന്നുണ്ട്. അവിടെയും നമ്മളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സത്തറ മുസ്ലിമൻ സത്തറഹുല്ലാഹു യൗമൽ ഖിയാമ. ആരെങ്കിലും ഒരു മുസ്ലിമിൻ്റെ ന്യൂനത മറച്ചു വെക്കുകയാണെങ്കിൽ സിത്തീറായിട്ടുള്ള അള്ളാഹു അവൻ്റെ ന്യൂനതകൾ ഖിയാമത്ത് നാൾ മറച്ചു വെക്കും എന്നുള്ളതാണ്. അതേപോലെ തന്നെ അള്ളാഹിൻ്റെ മറ്റൊരു നാമം അൽ ഖവിയ്യ്, അള്ളാഹു ശക്തനായിട്ടുള്ളവനാണ്, കരുത്തനാണ്. അവിടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ നമ്മളെ പഠിപ്പിച്ചു, അൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറുൻ വഅഹബ്ബു ഇലല്ലാഹി മിനൽ മുഅ്മിനിൻ ദഈഫ് വഫീ കുല്ലിൻ ഖൈർ. ദുർബലനായിട്ടുള്ള വിശ്വാസിയേക്കാൾ അള്ളാഹു ഇഷ്ടപ്പെടുന്നത് കരുത്തനായിട്ടുള്ള ശക്തനായിട്ടുള്ള വിശ്വാസിയാണ്. അതേസമയം എല്ലാത്തിലും ഖൈറുണ്ടെന്ന് റസൂലുള്ളാഹി അവിടെ പഠിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ അള്ളാഹു അൽ ഗഫൂറാണ്, മറ്റുള്ള ആളുകൾക്ക് വിട്ടുവീഴ്ച അല്ലെങ്കിൽ പാപമോചനം ചെയ്യുന്നവനാണ്. അവിടെയും സൂറത്ത് നൂറിന് 22-ാമത്തെ വചനത്തിൽ വലിയ അഫു വലിയ അസ്ഫഹു അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, മറ്റുള്ള അതേ ക്വാളിറ്റി നിങ്ങൾ പ്രതിഫലിപ്പിക്കുന്ന സമയത്ത്, നിങ്ങൾ മറ്റുള്ള ആളുകൾക്ക് വിട്ടുവീഴ്ച, കാരുണ്യം അല്ലെങ്കിൽ പാപമോചനം എല്ലാം നൽകുന്ന സമയത്ത് ആ പാപമോചനത്തിൻ്റെ ഉറവിടായിട്ടുള്ള അല്ല ഗഫൂറായിട്ടുള്ള അള്ളാഹു നിങ്ങൾക്കും ആ പാപമോചനം നൽകുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ അൽ അഫു എന്നുള്ള അള്ളാഹിൻ്റെ മറ്റൊരു നാമം സൂറത്ത് ആൽ ഇമ്രാനിൽ വൽ കാളിമീനൽ ഗൈദ് വൽ ആഫീന അനിന്നാസ്, അവിടെയും അള്ളാഹു അത് ചേർത്ത് പറയുന്നുണ്ട്. അതേപോലെ തന്നെ അള്ളാഹിൻ്റെ ആ നന്ദിയെ സൂചിപ്പിക്കുന്ന അഷ്ഷക്കൂർ എന്നുള്ള നാമം, അള്ളാഹു നന്ദിയുള്ളവനാണ്. അവിടെ റസൂലുള്ള ഹദീസിൽ മൻ ലാ യഷ്കുറുന്നാസ് ലാ യഷ്കുറുല്ലാ, ജനങ്ങളോട് നന്ദി ചെയ്യാത്ത ആളുകൾ അവർ അള്ളാഹിനോട് നന്ദിയില്ലാത്തവരായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അള്ളാഹിനോട് നന്ദി ചെയ്യുന്ന ആളുകൾ അവർ ജനങ്ങളോട് നന്ദിയുള്ള ആളുകളായിരിക്കും. അപ്പം നന്ദി എന്നുള്ള ആ ഒരു ക്വാളിറ്റി നമ്മൾ മറ്റുള്ള ആളുകളിലേക്ക് പ്രതിഫലിപ്പിക്കുന്ന സമയത്ത് അഷ്ഷക്കൂറായിട്ടുള്ള അള്ളാഹു നമ്മളോട് നന്ദിയുള്ളവരായിരിക്കും എന്നുള്ളതാണ്. അതേപോലെ തന്നെ ആ സ്വാദിഖ്,
അള്ളാഹു ആ സത്യത്തിൻ്റെ ഉറവിടാണ്. ഒമൻ അസ്തഖു മിനല്ലാഹി ഖീല, പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ്റെ പ്രതിനിധികളായിട്ടുള്ള നമ്മളും ആ സത്യം മാത്രം പറയേണ്ടവരാണ്. പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് തൗബയുടെ 119 വചനത്തിൽ വകൂനു മഅ സ്വാദിഖീൻ, ആ സത്യവാന്മാരുടെ കൂട്ടത്തിൽ നിങ്ങളാവുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരാൾ അവിടെ കളവ് പറയുന്ന സമയത്ത് അവിടെ റെപ്രസെൻറ്റേഷനാണ്, അതായത് നമ്മൾ തെറ്റായിട്ടുള്ള രൂപത്തിൽ അള്ളാഹുവിനെ ഇവിടെ പ്രതിനിധീകരിക്കുകയാണ്. അതേപോലെ തന്നെ അല്ല അദിൽ, അള്ളാഹു അല്ല ആദിലാണ്, നീതിമാനാണ്. നമ്മളോടും അള്ളാഹു പറഞ്ഞത് ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദിലി വൽ ഇഹ്സാൻ, അല്ലെങ്കിൽ അല്ലാ തഅദിലു, സൂറത്തുൽ മാഇദയുടെ 8 വചനം. അതേ നീതിക്ക് വേണ്ടി നിലകൊള്ളാൻ വേണ്ടി അള്ളാഹു ആവർത്തിച്ച് നമ്മളോട് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെയെല്ലാം അള്ളാഹു എന്താണോ അവൻ ഉൾക്കൊണ്ടത് അത് തന്നെയാണ് നമ്മളോട് പ്രതിഫലിപ്പിക്കാൻ അല്ലെങ്കിൽ നമ്മോട് ചെയ്യാൻ കൽപ്പിച്ചിട്ടുള്ളതും. അതേസമയം അവിടെ പ്രത്യേകമായിട്ട് വേർതിരിച്ച് മനസ്സിലാക്കേണ്ടത് ചില നാമങ്ങൾ, ചില ഗുണങ്ങൾ അത് അള്ളാഹ്ക്ക് മാത്രമായിട്ട് എക്സ്ക്ലൂസീവായിട്ട് അള്ളാഹ്ക്ക് മാത്രമുള്ളതാണ്, അവന് മാത്രം യോജിച്ചതാണ്. ഒന്നുമല്ലാത്ത സൃഷ്ടികളായിട്ടുള്ള നമ്മൾ അത് കാണിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അത് ആഗ്രഹിക്കുന്ന സമയത്ത് അത് അങ്ങേയറ്റം അപകടമാണ്, വെറുക്കപ്പെട്ടതായിട്ട് മാറുകയാണ്. കാരണം അത് കാണിക്കാൻ നമ്മൾ അർഹരല്ല എന്നുള്ള. ഉദാഹരണത്തിന് അള്ളാഹിൻ്റെ ഒരു നാമം അൽ മുത്തക്കബ്ബിർ, ആ കിബറിനെ സൂചിപ്പിക്കുന്ന അള്ളാഹു ഏറ്റവും ഉയർന്നവനാണ്, ഏറ്റവും വലിയ മഹത്വത്തിനുടമയായവനാണ്. അത് അള്ളാഹ്ക്ക് മാത്രം ചേർന്ന വിശേഷണമാണ്. അത് സൃഷ്ടികളായിട്ടുള്ള ഒരാളത് ആഗ്രഹിക്കുന്ന സമയത്ത് അത് വെറുക്കപ്പെട്ടതാണ്, അത് ഏറ്റവും അപകടമാണ്. റസൂലുള്ളാഹി ഒരു ഹദീസിൽ ആരെങ്കിലും ഒരു അണുമണിത്തൂക്കം ഒരു കിബർ അയാളുടെ മനസ്സിലുണ്ടെങ്കിൽ അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കില്ല എന്നല്ല. അപ്പോൾ അവിടെ നേർവിരുദ്ധമായിട്ടുള്ള ക്വാളിറ്റിയാണ് നമ്മൾ പ്രതിഫലിപ്പിക്കേണ്ടത്. നമ്മൾ വിനയം കാണിക്കുകയാണ് വേണ്ടത്. അതേപോലെ തന്നെ അള്ളാഹിൻ്റെ മറ്റൊരു നാമം അൽ ഹമീദ്, അള്ളാഹു പരിപൂർണമായിട്ടുള്ള സ്തുതിക്ക് അർഹനായിട്ടുള്ളവനാണ്, സദാസമയത്തും സ്തുതിക്കപ്പെടേണ്ടവനാണ്. അതൊരു മനുഷ്യൻ ആഗ്രഹിക്കുകയാണെങ്കിൽ, എന്നെ എല്ലാ ആളുകളും സദാസമയത്ത് സ്തുതിക്കണം എന്നൊരാൾ ആഗ്രഹിക്കുകയാണെങ്കിൽ അത് അപകടമാണ്, അത് അഹങ്കാരമാണ്. അതേപോലെ തന്നെ അള്ളാഹിൻ്റെ മറ്റൊരു നാമം അൽ ഖഹാർ എന്നുള്ള നാമം, സമ്പൂർണ്ണമായിട്ട് കീഴ്പ്പെടുത്തുന്നവൻ. അതേ ക്വാളിറ്റി മനുഷ്യർ പ്രതിഫലിപ്പിക്കുകയാണെങ്കിൽ, അതായത് ഒരു ടൈറൻ്റ് അല്ലെങ്കിൽ ഒരു ഏകാധിപതിയായിട്ടൊരാൾ വരികയാണെങ്കിൽ അത് അത്യന്തം അപകടമാണ്, അത് അയാളുടെ നാശത്തിന് കാരണമായി തീരാണ്. അതല്ലെങ്കിൽ അൽ കബീർ എന്നുള്ള അള്ളാഹിൻ്റെ നാമം, ഏറ്റവും ഉയർന്നവൻ, അല്ലെങ്കിൽ അൽ മുതആൽ, അള്ളാഹു ഏറ്റവും കബീറായിട്ടുള്ളവൻ. അവിടെയെല്ലാം നേർവിരുദ്ധമായിട്ടുള്ള ക്വാളിറ്റിയാണ് നമ്മൾ പ്രതിഫലിപ്പിക്കേണ്ടത്. അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഭൗതികവാദികളായിട്ടുള്ള ആളുകളെല്ലാം അള്ളാഹു സ്വയം പുകഴ്ത്തുന്ന അല്ലെങ്കിൽ സ്വയം അഹങ്കരിക്കുന്ന നഊദു ബില്ലാ രൂപത്തിൽ അവർ വിമർശിക്കാറുണ്ട്. അവിടെ പലപ്പോഴും സംഭവിക്കുന്ന ഒരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ അത് മനുഷ്യൻ്റെ സ്ഥാനത്ത് സൃഷ്ടാവിനെ പ്രതിഷ്ഠിച്ച് ആ രൂപത്തിൽ ചിന്തിക്കുന്നത് കൊണ്ട് വരുന്ന അബദ്ധമാണ്. അവിടെ ക്ലിയറായിട്ട് ഇത് രണ്ടും വേർതിരിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെയെല്ലാം ആ സൃഷ്ടാവിൻ്റെ നാമങ്ങൾ, ആ ഗുണങ്ങൾ സൃഷ്ടികളായിട്ടുള്ള നമ്മൾ പ്രതിഫലിപ്പിക്കുക എന്ന് പറയുമ്പോൾ ആ സൃഷ്ടാവും സൃഷ്ടിയും തമ്മിലുള്ള അന്തരം കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ ഒരേ പദം ഉപയോഗിക്കുന്നെന്ന് കരുതി അത് രണ്ടും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള രൂപത്തിലാണ് സൃഷ്ടാവിലേക്കും സൃഷ്ടികളിലേക്കും വെക്കുന്ന സമയത്ത്. ഇപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആ ദുനിയാവും ആഖിറത്തും കമ്പയർ ചെയ്തുകൊണ്ട് സ്വർഗത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട്, ലൈസ ഫിൽ ജന്നത്തി ഷൈഉം മിമ്മാ ഫി ദുനിയ ഇല്ലൽ അസ്മാ. സ്വർഗത്തിലുള്ള ഫലങ്ങൾ ദുനിയാവിലുള്ളതായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അത് കേവലം ആ പേരുകളിൽ മാത്രമാണ് സാമ്യം എന്നുള്ളത്, അത് തികച്ചും വ്യത്യസ്തമാണ്. അതേ രൂപത്തിൽ ഇപ്പോൾ നമ്മളിവിടെ ചിന്തിക്കുന്ന സമയത്ത് അള്ളാഹു കാണുന്നു, കേൾക്കുന്നു, ആ സമീഅ ബസീർ എന്നെല്ലാം അള്ളാഹിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അതേപോലെ നമ്മളും കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അത് രണ്ടും തമ്മിലുള്ള അന്തരം കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ സൃഷ്ടികളായിട്ടുള്ള നമ്മുടെ കേൾവിയും കാഴ്ചയും ഇത് മാത്രമല്ല, നമുക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ കഴിവുകളും ഈ രൂപത്തിലാണ്. അതിനെല്ലാം ഒരു തുടക്കവും ഒടുക്കവും കാണാൻ സാധിക്കും. മനസ്സിലാക്കാൻ വേണ്ടി കാഴ്ചയുടെ കാര്യം മാത്രം പറയുകയാണ്. ഇപ്പോൾ നമ്മൾ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്ന സമയത്ത് ആദ്യത്തെ 4-5 മാസം കൃത്യമായിട്ടൊന്നും കാണാൻ വയ്യ, കളറുകളൊന്നും കൃത്യമായിട്ട് തിരിച്ചറിയാൻ കഴിയില്ല. പിന്നീട് നമ്മൾ ആ കാഴ്ച നേടിയെടുക്കുകയാണ്. പിന്നീട് ആ കാഴ്ച നേടിയ ജീവിതയാത്ര മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ഒരു 10-40 വയസ്സിലേക്കെല്ലാം എത്തുന്ന സമയത്ത് ആ കാഴ്ച വീക്കാകാൻ തുടങ്ങുകയാണ്. ചില ആളുകൾക്ക് ആ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വെച്ച് ആ കാഴ്ച തന്നെ നഷ്ടപ്പെടുന്നുണ്ട്. മറ്റു ചില ആളുകൾ ആ വാർദ്ധക്യത്തിലേക്ക് എത്തുന്ന സമയത്ത് ആ കാഴ്ച അങ്ങേയറ്റം വീക്കാവുകയാണ്. അപ്പോൾ നമുക്ക് ലഭിച്ച ആ ഒരു കാഴ്ച അതെന്നും ഒരേ രൂപത്തിലല്ല, അത് ഈ രൂപത്തിലുള്ള വ്യതിയാനങ്ങൾ അതിൻ്റെ കാര്യത്തിൽ സംഭവിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുമാത്രമല്ല, നമ്മുടെ ചുറ്റിൽ നമ്മളെക്കാൾ ശക്തമായിട്ട് ആ കാഴ്ചശക്തിയുള്ള നിരവധി ജീവികൾ, പരുന്ത് പോലെയുള്ള ജീവികൾ ദൃഷ്ടാന്തമായിട്ട് നമ്മുടെ ചുറ്റിലുണ്ട്. കേൾവിയുടെ കാര്യത്തിലും സമാനമാണ്, അതെന്നും ഒരേ രൂപത്തിലല്ല. അപ്പം അതെല്ലാം ഈ രൂപത്തിലാണ് നമ്മുടെ കാഴ്ച എന്ന് പറയുമ്പോൾ. അതേപോലെ തന്നെ രണ്ടാമതായിട്ട് നമുക്ക് ലഭിച്ച ആ കാഴ്ചയാകട്ടെ, കേൾവിയാകട്ടെ, മറ്റുള്ള ഏതൊരു കഴിവാണെങ്കിലും അതിനെല്ലാം പരിമിതികളുണ്ട്. ഇപ്പോൾ നമ്മൾ കാഴ്ചയുള്ള ആളുകളാണെങ്കിലും ആ മതിലിനപ്പുറമുള്ളത് നമുക്ക് കാണാൻ സാധ്യമല്ല, അല്ലെങ്കിൽ ഭൂതകാലം കാണാൻ സാധ്യമല്ല, ഭാവി കാണാൻ സാധ്യമല്ല, മറ്റൊരാളുടെ ഹൃദയത്തിനകത്തുള്ളത് കാണാൻ സാധ്യമല്ല. ഇതേ രൂപത്തിലുള്ള നിരവധി പരിമിതികൾ ആ സ്പെക്ട്രത്തിനകത്തുള്ള ചെറിയൊരു ഭാഗം മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അതേസമയം അള്ളാഹിൻ്റെ കാഴ്ച അല്ലെങ്കിൽ അള്ളാഹിൻ്റെ കേൾവി അല്ലെങ്കിൽ അള്ളാഹിൻ്റെ മറ്റുള്ള കഴിവുകളെന്ന് പറയുമ്പോൾ ഇത്തരത്തിൽ ആ പരിമിതികൾക്കെല്ലാം അതീതമായതാണ്. അതിനൊരു തുടക്കമില്ല, ഒടുക്കമില്ല, അത് സദാസമയത്തും ഒരേ രൂപത്തിലാണ്.
അതെല്ലാ പരിമിതികൾക്കും അതീതമായി മറ്റുള്ള മൊത്തം കാഴ്ചയുടെയും സ്രോതസ്സായിട്ടുള്ളവനാണ് അള്ളാഹു എന്നുള്ളത്. അപ്പോൾ അവിടെ നമ്മൾ കേവലം കാഴ്ച കേൾവി എന്നുള്ള ആ ഒരു പദം മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. രണ്ടും തികച്ചും വ്യത്യസ്തമാണ്. അതേപോലെ തന്നെ മൂന്നാമതായിട്ടുള്ള മറ്റൊരു വ്യത്യാസം, ഇപ്പോൾ നമ്മുടെ കാഴ്ച അല്ലെങ്കിൽ നമ്മുടെ കേൾവി, നമുക്കുള്ള മറ്റെല്ലാ കഴിവുകളും അത് ആത്യന്തികമായിട്ട് നമ്മൾ ഉടമസ്ഥപ്പെടുത്തുന്നതല്ല, നമുക്ക് നൽകപ്പെട്ടതാണ്. അതുകൊണ്ടാണ് നമ്മൾ ആഗ്രഹിക്കാതെ തന്നെ അത് നമ്മളെ വിട്ടു പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് സൂറത്തുൽ ഇൻസാൻ മനുഷ്യൻ എന്നുള്ള പേരുള്ള അധ്യായത്തിൽ മനുഷ്യ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് പറഞ്ഞ സമയത്ത് വജഅൽനാഹു സമീഅൻ ബസീറ, ഞാൻ മനുഷ്യനെ സൃഷ്ടിച്ചു, അവൻ ആ കേൾവിയും കാഴ്ചയും ഞാൻ നൽകിയെന്നുള്ളത് അള്ളാഹു നമുക്ക് നൽകിയതാണ്. അലം നജഅൽ ലഹു ഐനൈൻ, ഞാൻ നിങ്ങൾക്ക് 2 കണ്ണുകൾ നൽകിയില്ലേ, വലിസാനം വശഫത്തൈൻ, ഞാൻ നിങ്ങൾക്ക് നാവ് നൽകിയില്ലേ. അപ്പോൾ എല്ലാം നമുക്ക് നൽകപ്പെട്ടതാണ്. അതേപോലെ തന്നെ സമ്പത്തിനെ സംബന്ധിച്ച് പറഞ്ഞ സമയത്തും ആതൂഹും മിൻ മാലില്ലാഹിൽ ലദീ ആതാക്കും, ഞാൻ നിങ്ങൾക്ക് നൽകിയ സമ്പത്തിൽ നിന്നും നിങ്ങൾ ചെലവഴിക്കുക. അതേപോലെ തന്നെ അറിവിനെ സംബന്ധിച്ച് പറഞ്ഞ സമയത്തും റബ്ബനാ ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ, അള്ളാഹു നൽകിയിട്ടുള്ള ഇൽമ്, ആ അറിവ് മാത്രമാണ് നമ്മുടെ അടുത്ത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഉടമസ്ഥപ്പെടുത്തുന്നതല്ല, മറിച്ച് അള്ളാഹു നൽകിയതാണ്. അതേസമയം അള്ളാഹിൻ്റെ കഴിവുകൾ അല്ലെങ്കിൽ അള്ളാഹിൻ്റെ ഗുണങ്ങളെന്ന് പറയുമ്പോൾ അതൊരാളും നൽകിയതല്ല, മറിച്ച് എല്ലാത്തിൻ്റെയും ഉറവിടായിട്ടുള്ളവൻ അവനാണ്. അത് സദാസമയത്ത് അതിന് തുടക്കം ഒടുക്കമില്ല, സദാസമയത്തും ഒരേ രൂപത്തിൽ അവനിലുള്ളതാണ്. ആ രൂപത്തിൽ സൃഷ്ടികളും സൃഷ്ടാവും തമ്മിലുള്ള അന്തരം കൃത്യമായിട്ട് നമ്മൾ വേർതിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഹദീസിലേക്ക് തന്നെ തിരിച്ചു വരാണ്. അള്ളാഹ്ക്ക് 99 നാമങ്ങളുണ്ടെന്ന് പറഞ്ഞു. മൻ അഹ്സാഹ ദഖലൽ ജന്ന, അതാരെങ്കിലും ആ നാമങ്ങൾ ഉൾക്കൊണ്ട് അവർ ജീവിക്കുകയാണെങ്കിൽ അവർക്ക് സ്വർഗ്ഗമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ കടന്നു വരുന്നൊരു ചർച്ച അള്ളാഹ്ക്ക് 99 നാമങ്ങൾ മാത്രമാണ് ഉള്ളത് എന്നുള്ളതാണ്. അവിടെ ഭൂരിപക്ഷം പണ്ഡിതന്മാരും അതല്ല, അള്ളാഹ്ക്ക് നിരവധി നാമങ്ങളുണ്ട്, അതിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് ഇവിടെ പറഞ്ഞു എന്ന് മാത്രം. വലില്ലാഹി മസലുൽ അഅല, എളുപ്പത്തിൽ മനസ്സിലാക്കാൻ. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് 1000 രൂപ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിനർത്ഥം എൻ്റെ അടുത്ത് മൊത്തം 1000 രൂപ മാത്രമേ ഉള്ളൂ എന്നുള്ളതല്ല, ആ രൂപത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് റസൂലുള്ളാഹി മറ്റൊരു ഹദീസിൽ, മുസ്ലിത്തിൽ കടന്നു വരുന്ന സ്വഹീഹായിട്ടുള്ളൊരു ഹദീസിൽ, നേരത്തെ സൂറത്തുൽ ബുറൂജിൻ്റെ തഫ്സീറുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു പ്രാർത്ഥന നമ്മൾ കവർ ചെയ്തിരുന്നു. വിഷമ സമയത്തെല്ലാം പരിഹാരമായിട്ട് റസൂലുള്ളാഹി നിർദ്ദേശിക്കുന്ന മനോഹരമായിട്ടുള്ള ഈ ഒരു പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നി അബ്ദുക് ഇബ്നു അബദിക് ഇബ്നു അമതിക് നാസിയതി ബിയദിക്, ആ ഒരു സുദീർഘമായിട്ടുള്ള പ്രാർത്ഥനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രാർത്ഥനയിൽ കാണാൻ സാധിക്കും, അസ്അലുക ബികുല്ലിസ്മിൻ ഹുവലക്, നിൻ്റെ എല്ലാ നാമങ്ങളും വെച്ച് ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. ഏതൊക്കെ നാമങ്ങൾ? സമ്മൈത ബിഹി നഫ്സക് ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക്, നീ നിനക്ക് നൽകിയിട്ടുള്ള നാമങ്ങൾ, അതേപോലെ തന്നെ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലും നീ പഠിപ്പിച്ച് നൽകിയതായിട്ടുള്ള നാമങ്ങൾ, അതല്ലെങ്കിൽ ഔ അൻസൽതഹു ഫി കിതാബിക്, വേദഗ്രന്ഥങ്ങളിലൂടെ നീ അവതരിപ്പിച്ച നാമങ്ങൾ. അതല്ലാതെ പിന്നീട് റസൂൽ അവിടെ പറയുന്ന കാര്യം അവിസ്തഅ്സർത ബിഹി ഫി ഇൽമിൽ ഗൈബി ഇൻദക്, നീ നിൻ്റെ അദൃശ്യജ്ഞാനത്തിൽ മറച്ചു വെച്ചതായിട്ടുള്ള നാമങ്ങൾ. അപ്പോൾ ആ നാമങ്ങൾ അള്ളാഹു സൃഷ്ടികൾക്ക് വെളിപ്പെടുത്താത്തതായിട്ടുള്ള നാമങ്ങളെ സംബന്ധിച്ചാണ് റസൂലുള്ളാഹി ഒരു പ്രാർത്ഥനയിൽ പറയുന്നത്. ഇപ്പോൾ സമാനമായിട്ട് മറ്റൊരു ഹദീസിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹ സ്വഹീഹായിട്ടുള്ള ഒരു ഹദീസിൽ ആയിഷ റളിയല്ലാഹു അൻഹ രാത്രി എഴുന്നേറ്റ സമയത്ത് റസൂലുള്ളാഹിനെ കിടക്കയിൽ കാണുന്നില്ല. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹ അവിടെ ഇരുട്ടിൽ തപ്പിയ സമയത്ത് റസൂലുള്ളാഹിൻ്റെ കാല് ആയിഷ റളിയല്ലാഹു അൻഹ കാലിൽ തൊടുകയാണ്. റസൂലുള്ളാഹി ആ സമയത്ത് നമസ്കാരത്തിലായിരുന്നു, ഭാര്യ പോലും അറിഞ്ഞിട്ടില്ല. റസൂലുള്ളാഹി ആ രാത്രിയുടെ അന്ത്യയാമത്തിൽ അള്ളാഹിൻ്റെ മുമ്പിൽ സുജൂദിലാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ മനോഹരമായിട്ടുള്ളൊരു പ്രാർത്ഥന അവർ ഉദ്ധരിക്കുന്നുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക ബിറിളാക മിൻ സഖതിക് വബിമുആഫാതിക മിൻ ഉഖൂബതിക് വഅഊദു ബിക മിൻക ലാ ഉഹ്സി സനാഅൻ അലൈക അൻത കമാ അസ്നൈത അലാ നഫ്സിക്. മനോഹരമായിട്ടുള്ള ഈ ഒരു പ്രാർത്ഥന റസൂലുള്ളാഹി അവിടെ ചെല്ലുന്നുണ്ടായിരുന്നു. അതിൽ ചിന്തിച്ചു നോക്കുക, അതായത് ലോകത്തെ ഏറ്റവും അഷ്റഫുൽ ഖൽഖായിട്ടുള്ള ആ പ്രവാചകൻ ആ രാത്രിയുടെ അന്ത്യയാമാകുന്ന ഏറ്റവും മഹത്തായിട്ടുള്ള ആ സമയത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഇബാദത്ത് ആ നമസ്കാരത്തിൽ, അതിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഭാഗം ആ സുജൂദിൽ കിടന്നുകൊണ്ട് റസൂലുള്ളാഹി പറയുന്നത്, ഓ അല്ലാ, നിൻ്റെ മഹത്വത്തെ പൂർണ്ണമായിട്ട് പ്രശംസിക്കാൻ എനിക്ക് കഴിയില്ല, നീ നിൻ്റെ മഹത്വത്തെ എത്ര വാഴ്ത്തിയോ അത്ര. റസൂലുള്ളാഹി അതാണ് ആ പ്രാർത്ഥനയിൽ അവസാനമായിട്ട് പറയുന്നത്. അപ്പോൾ നമ്മൾ എത്ര തന്നെ വാഴ്ത്തിയാലും, അത് അഷ്റഫുൽ ഖൽഖായിട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും എത്ര വാഴ്ത്തിയാലും ആ വാഴ്ത്തലുകൾക്കെല്ലാം അപ്പുറത്താണ് അള്ളാഹിൻ്റെ മഹത്വം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ സൂറത്തുൽ ലുഖ്മാൻ്റെ 27-ാമത്തെ വചനത്തിൽ വലൗ അന്നമാ ഫിൽ അർളി മിൻ ഷജറത്തിൻ അഖ്ലാം, അള്ളാഹു പറയുന്നുണ്ട്, ഭൂമിയിലുള്ള സർവ്വജലാശയങ്ങൾ, ആ കടലുകൾ മുഴുവൻ മഷിയും, ഭൂമിയിലുള്ള വൃക്ഷങ്ങൾ മുഴുവൻ പേനയായാലും അള്ളാഹിൻ്റെ കലിമാത്തുകൾ നിങ്ങൾ എഴുതിത്തീരില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് 99 മാത്രം ഒതുങ്ങുന്നതല്ല, മറിച്ച് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ റസൂലുള്ളാഹി ശഫാഅത്തുമായിട്ട് ബന്ധപ്പെട്ട ഹദീസിലും സ്വഹീഹുൽ ബുഖാരിയിൽ റസൂലുള്ളാഹി പറയുന്നുണ്ട്, നാളെ ഖിയാമത്ത് നാളിൽ അള്ളാഹിൻ്റെ അർശിൻ്റെ മുമ്പിൽ റസൂലുള്ളാഹി സുജൂദിൽ വീഴും. അതിനുശേഷം വയലുഹിമിനി മഹാമിദ അഹ്മദുഹു ബിഹ, ഞാൻ അള്ളാഹിനെ അവിടെ കിടന്ന് ചില വാഴ്ത്തലുകൾ, അള്ളാഹ്ക്ക് ചില സ്തുതിവാക്കുകൾ അവിടെ വെച്ച് ഞാൻ പറയും. ലാ തഹ്ദുറിനി അൽ ആൻ,
അപ്പോൾ പറയാൻ പോകുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ എനിക്ക് അറിവില്ല. ആ സമയത്ത് അള്ളാഹു അത് റസൂലുള്ളാഹിൻ്റെ ഹൃദയത്തിൽ ഇട്ടുകൊടുക്കുക എന്നുള്ള ചില സ്തുതി വാക്കുകളെ സംബന്ധിച്ച്. ഈ വാഴ്ത്തലുകൾ അല്ലെങ്കിൽ ഇതിൽ മാത്രം ഒതുങ്ങുന്നതല്ല അള്ളാഹിൻ്റെ മഹത്വം, പക്ഷേ ഏറ്റവും ശ്രേഷ്ഠമായ 99 ഇവിടെ പറഞ്ഞു എന്നുള്ളതാണ്. ഇനി അവസാനമായിട്ട് നമ്മൾ റിവൈൻഡ് ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ നാമങ്ങൾ നമ്മൾ പഠിക്കുന്നത്? തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, ഒന്നാമതായിട്ട് അള്ളാഹിനെ അടുത്തറിയാൻ, അതുവഴി നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കാൻ. രണ്ടാമതായിട്ട് ആ നാമങ്ങളുടെ പറഞ്ഞിട്ടുള്ള ആ ക്വാളിറ്റികൾ നമ്മൾ പ്രതിഫലിപ്പിക്കുക. ഇനി അത് അവസാനമായിട്ട് ഇപ്പോൾ പരിശുദ്ധ ഖുർആൻ്റെ പല ഭാഗത്തും വലില്ലാഹി അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹ അള്ളാഹു പറയുന്നുണ്ട്. നിങ്ങൾ അള്ളാഹിൻ്റെ ആ ഉത്കൃഷ്ടമായിട്ടുള്ള നാമങ്ങൾ അതുവഴി അള്ളാഹിനെ വിളിക്കുക അല്ലെങ്കിൽ അള്ളാഹിനോട് തേടുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെല്ലാം അള്ളാഹുവിലേക്ക് ആവശ്യക്കാരാണ്. അപ്പോൾ ജീവിതത്തിൻ്റെ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ, നമ്മുടെ ജീവിത വ്യത്യസ്ത സാഹചര്യങ്ങളിൽ അതിന് അനുയോജ്യമായിട്ടുള്ള നാമങ്ങൾ സെലക്ട് ചെയ്ത് അതിന് ഫിറ്റായിട്ടുള്ള ആ നാമങ്ങൾ വഴി അള്ളാഹിനോട് നമ്മൾ തേടുക, പ്രാർത്ഥിക്കുക. ഉത്തരം കിട്ടാൻ സാധ്യത കൂടുതലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അത് മാത്രമല്ല, ചില സമയത്ത് ചില ജീവിത സാഹചര്യങ്ങൾ അള്ളാഹിൻ്റെ ചില നാമങ്ങളുമായിട്ട് നമ്മളെ കണക്ട് ചെയ്യാൻ അതിന് ഉപകരിക്കുന്നുണ്ടാകും. അതാണ് നമ്മുടെ ജീവിതത്തിലുടനീളം അള്ളാഹുവിലേക്ക് ആവശ്യക്കാരാണ്. അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്. ഇവിടെ സൈഡായിട്ട് മറ്റൊരു പോയിന്റ്, ഇപ്പോൾ ഭൗതികവാദികളായിട്ടുള്ള ആളുകൾ പറയാറുണ്ട്, അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള നിരവധി ആവശ്യങ്ങളുള്ളത് കാരണം, ഭയമെല്ലാം ഉള്ളത് കാരണം ദൈവവിശ്വാസം നമ്മൾ ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അത് നേരെ തിരിച്ചാണ്. അതായത് ഇപ്പോൾ മലക്കുകളായിട്ടെല്ലാം കമ്പയർ ചെയ്യുന്ന സമയത്ത് മലക്കുകൾ അവർ തിന്നുന്നില്ല, കുടിക്കുന്നില്ല, അവർ ഉറങ്ങുന്നില്ല, മറ്റുള്ള വികാരങ്ങളില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അവരെക്കാൾ അള്ളാഹുവിലേക്ക് ആവശ്യക്കാരാണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇത്രയേറെ ആവശ്യക്കാരായിട്ട് അള്ളാഹു സൃഷ്ടിച്ചത് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് നമ്മൾ പോകാൻ വേണ്ടി തന്നെയാണ്. അതായത് അവർ പറയുന്നതിന് നേരെ ഓപ്പോസിറ്റാണ്. നമ്മൾ ആവശ്യക്കാരായതുകൊണ്ടല്ല അത് വിശ്വാസികളാകുന്നത്, മറിച്ച് നമ്മൾ വിശ്വാസികളാകാൻ വേണ്ടി നമ്മൾ ആവശ്യക്കാരായിട്ട് അള്ളാഹു സൃഷ്ടിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ സൈക്കോളജിയിലെല്ലാം അവർ ബേസിക്കായിട്ട് പറയാറുള്ള അബ്രഹാം മോസ്ലോയുടെ ഹൈറാർക്കി ഓഫ് നീഡ്, ആവശ്യങ്ങളുടെ ആ പിരമിഡ്. അപ്പോൾ മനുഷ്യൻ ജീവിതകാലത്തുടനീളം ആവശ്യക്കാരനാണ് എന്നുള്ളത്. ആദ്യമായിട്ട് അവൻ്റെ ആ ബേസിക് നീഡ്സാണ്, അതായത് ആ ജീവൻ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള ഭക്ഷണം, വെള്ളം, ഉറക്കം, വസ്ത്രം, ഇതാണ് അവൻ്റെ ബേസിക് നീഡ്. അതൊരിക്കലും അവന് ഫുൾഫിൽ ചെയ്ത് അത് അവന് നേടിക്കഴിഞ്ഞാൽ പിന്നീട് അടുത്ത ആ പിരമിഡിൽ രണ്ടാമത്തെ സ്റ്റേജിലേക്കാണ് അവൻ്റെ സേഫ്റ്റി നീഡുകളാണ്. അവൻ്റെ വീട്, അതേപോലെ തന്നെ ജോലിയുടെ സുരക്ഷ, ഇതേ രൂപത്തിലുള്ള കാര്യങ്ങളിലേക്ക് അവന് ഫോക്കസ് ചെയ്യും. അത് കഴിഞ്ഞാൽ വീണ്ടും മൂന്നാമതായിട്ട് ആ ലവ് ആൻഡ് ബിലോങ്ങിങ്, അതായത് അവൻ്റെ കുടുംബം, സ്നേഹം, അംഗീകാരം, ഇതേ രൂപത്തിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത്തരത്തിൽ ആ പിരമിഡിൽ ഓരോ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ആ ജീവിതകാലത്തുടനീളം അവൻ ആവശ്യക്കാരൻ. മറ്റൊരു സൈഡ് പോയിന്റ്, അവസാനമായിട്ട് അദ്ദേഹം മരണപ്പെടുന്നതിൻ്റെ എല്ലാം ഒരല്പം മുമ്പ് ആ പിരമിഡിലേക്ക് ചില കാര്യങ്ങൾ കൂടെ അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. സെൽഫ് ട്രാൻസെൻഡൻസ്, അതായത് മനുഷ്യന് ഭൗതികമായിട്ടുള്ള ആവശ്യങ്ങളെല്ലാം അവന് കൈവരിച്ചാലും അവിടെയും പൂർണ്ണമാകുന്നല്ല, മറിച്ച് സ്പിരിച്വലായിട്ടുള്ള, അതായത് മനുഷ്യൻ എന്നുള്ളത് കേവലം ഭൗതിക മാത്രമല്ല, മറിച്ച് ആത്മീയം കൂടെയാണ്. അത് രണ്ടും കൂടിച്ചേരുന്ന സമയത്ത് മാത്രമാണ് അവന് പൂർത്തിയാകുന്നതെന്ന് അദ്ദേഹം അത് തിരുത്തുന്നുണ്ട്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഇത്തരത്തിൽ ജീവിതത്തിലുടനീളം ഒന്നിനു പിറകെ മറ്റൊന്നായിട്ട് ആവശ്യക്കാരായിട്ട് നമ്മളെ സൃഷ്ടിച്ചത് അള്ളാഹുവിലേക്ക് നമ്മൾ പോകാൻ വേണ്ടി തന്നെയാണ്. അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്. അതല്ലെങ്കിൽ പരിശുദ്ധ ഖുർആനിൽ മറ്റൊരു സ്ഥലത്ത് ഖുലിഖൽ ഇൻസാനു ദഈഫ, ഞാൻ നിന്നെ വീക്കായിട്ട് സൃഷ്ടിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ദുർബലനാകുന്ന സമയത്താണ് ആവശ്യങ്ങൾ ഉണ്ടാവുക. ആവശ്യം ഉണ്ടാകുന്ന സമയത്ത്, ആ ദുർബലാകുന്ന സമയത്ത് അൽ ഖവിയായിട്ടുള്ള, ശക്തനായിട്ടുള്ള, അതല്ലെങ്കിൽ എല്ലാ ആവശ്യങ്ങൾക്കും അതീതനായിട്ടുള്ള, സ്വമതായിട്ടുള്ള അള്ളാഹുവിനെ നിനക്ക് കണ്ടെത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു ആ ബേസിക് നീഡുകൾ. ഒരാൾക്ക് ഭക്ഷണത്തിന്, ഉപജീവനത്തിനെല്ലാം അയാൾ കഷ്ടപ്പെടുന്ന സമയത്ത് അവിടെ അയാൾ റസാഖായിട്ടുള്ള അല്ലെങ്കിൽ റാസിഖായിട്ടുള്ള, ഉപജീവനം നൽകുന്ന ആളെ അല്ലെങ്കിൽ അള്ളാഹുവിനെ വിളിക്കാൻ അയാൾ ആ സാഹചര്യം അയാളെ പുഷിയാണ്, നിർബന്ധിതനാവുകയാണ്. അതല്ലെങ്കിൽ ഒരാളും നിന്നെ കേൾക്കാൻ സന്നദ്ധാകാത്ത സമയത്ത്, നീ ജീവിതത്തിൽ വല്ലാത്തൊരു ഏകാന്തത അനുഭവിച്ച് മുഴുവൻ ആളുകളും നിന്നിൽ നിന്നും അകന്നു പോകുന്ന സമയത്ത് അൽ വലിയായിട്ടുള്ള, ഉറ്റമിത്രമായിട്ടുള്ള, അൽ ഖരീബായിട്ടുള്ള, നിന്നോട് ഏറ്റവും അടുത്ത സമീ ആയിട്ടുള്ള, എല്ലാം കേൾക്കുന്നവനായിട്ടുള്ള അള്ളാഹു നിനക്ക് ഏറ്റവും വലിയ ആശ്വാസമായിട്ട് മാറുകയാണ്. അതേപോലെ പിന്നിട്ട ജീവിതത്തിലുടനീളം പാപങ്ങളിൽ മുഴുകി പ്രതീക്ഷ നഷ്ടപ്പെട്ട് ജീവിതം വല്ലാത്തൊരു അനിശ്ചിതാവസ്ഥയിൽ വഴിമുട്ടി നിൽക്കുന്ന ആളുകൾക്ക് ലാ തഖനതു മിർ റഹ്മത്തില്ല, അവർക്ക് അള്ളാഹിൻ്റെ റഹ്മാൻ, ആ കാരുണ്യവാനായിട്ടുള്ള അള്ളാഹു, അല്ലെങ്കിൽ അൽ ഗഫൂർ, പാപങ്ങൾ പുറത്തു തരുന്ന, അല്ലെങ്കിൽ ആ തവ്വാബ്, പാപമോചനം സ്വീകരിക്കുന്ന അത്തരം നാമങ്ങളെല്ലാം അതിലൂടെ അള്ളാഹു അവർക്ക് പ്രതീക്ഷ നൽകുകയാണ്. ആ പാപങ്ങൾ എത്രയായാലും, അത് ഭൂമിയോളമായാലും, അത് മുഴുവൻ പുറത്തു തന്ന് ആ നന്മയുടെ വഴികൾ അൽ ഹാദിയായിട്ടുള്ളവൻ നിങ്ങൾക്ക് മുമ്പിൽ തുറന്നു തരുമെന്നുള്ളതാണ്. അതല്ലെങ്കിൽ കഠിനമായിട്ടുള്ള മാനസിക പിരിമുറുക്കങ്ങൾ അനുഭവിച്ച് ജീവിതത്തിൽ ഓരോ ഡോറുകളും നമ്മൾക്ക് മുമ്പിൽ അടക്കപ്പെടാണെന്ന് തോന്നുന്ന സമയത്ത് അൽ ബാസിത്തായിട്ടുള്ള, എല്ലാം വിശാലമാക്കുന്ന, അല്ലെങ്കിൽ അൽ ഫത്താഹായിട്ടുള്ള, എല്ലാം തുറന്നു തരുന്ന, ഓപ്പണറായിട്ടുള്ള അള്ളാഹുവിൽ അഭയം പ്രാപിക്കാൻ അത്തരം സാഹചര്യങ്ങൾ നമ്മളെ നിർബന്ധിതമാക്കുകയാണ്. അപ്പോൾ ഇതേ രൂപത്തിൽ ഓരോ ജീവിത സാഹചര്യവും അള്ളാഹുവിൻ്റെ ഓരോ നാമങ്ങളെ തിരിച്ചറിയാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നു, അല്ലെങ്കിൽ അത്തരം നാമങ്ങൾ വഴി അള്ളാഹിനെ കണ്ടെത്താനെല്ലാം
ആ സാഹചര്യങ്ങൾ നമ്മളെ പുഷ് ചെയ്യുകയാണെന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള നാമങ്ങൾ പഠിക്കുക വഴി അള്ളാഹുവിനെ ഓരോ സാഹചര്യത്തിലും നമുക്ക് കാണാനും അവനെ വിളിക്കാനെല്ലാം അത്തരത്തിലുള്ള പഠനം നമ്മളെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു പരമ്പരയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ രൂപത്തിൽ അള്ളാഹുവിനെ അടുത്തറിയാനുള്ള ഒരു ശ്രമമാണ്. അള്ളാഹു അത്തരത്തിൽ അവനെ അടുത്തറിഞ്ഞ് അവനിലേക്ക് കൂടുതൽ അടുക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.